കൂട്ടുകാരെ, എല്ലാവർക്കും ചൈതന്യ ചെയ്തു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഞാൻ വീഡിയോസിലൂടെ പറയണമെന്നുണ്ടെങ്കിലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാവേ. എന്നാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ണ, കുറെ നേരമല്ല തുടങ്ങിയിട്ട്. നീ ഇവിടെ എന്നാ എടുക്കുവാ? ആ ചായ വെച്ചിട്ട് എത്ര നേരമായി നീ ഇരിപ്പ് തുടങ്ങിയിട്ട്? അമ്മേ അമ്മ എന്തുവാ ഇവിടെ ആലോചിച്ചോണ്ട് നടക്കുന്നേ? ഇതുവരെയായിട്ടും കല്ലു ചേച്ചിനെയും കാത്തുനെയും കണ്ടോ? അവരുണ്ട് എവിടെ പോയിരിക്കുവാ? ഞാൻ അതാ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ഓ, അതാണ് ആലോചിച്ചോണ്ടിരുന്നേ. കല്ലു പറഞ്ഞിട്ടാണല്ലോ പോയത്. കല്ലുന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ അവര് വൈകുന്നേരം തിരിച്ചെത്തോളാന്ന് പറഞ്ഞു. എന്താ, നിനക്കും പോണായിരുന്നു അവരുടെ കൂടെ? ഏയ്, എനിക്ക് പോയൊന്നും വേണ്ടമ്മ. ഞാൻ പറയണോണ്ട് അമ്മയ്ക്കും തോന്നരുത്. ഇന്നലെ മുതലേ അവരുടെ പ്രവർത്തിയിൽ എന്തോ പന്തികേട് മണക്കുന്നുണ്ട് കേട്ടോ. അവരെന്തോ പുതിയ കുഴപ്പത്തിൽ ചെന്ന് ചാടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഈ കണ്ണൻ പറയുന്നത് ഒരിക്കലും തെറ്റിട്ടില്ല. ഓ പിന്നെ, എനിക്ക് ആകെ കൂടെ പേടിയുണ്ടെങ്കിൽ അത് നിന്നെയും കാത്തുവിനെയും വിചാരിച്ച് മാത്രമാ. നീയേ മര്യാദക്ക് ആ ചായ കുടിച്ചിട്ട് ആ ചായ ഗ്ലാസ് കൊണ്ട് കഴുകി വെച്ചിട്ടേ വല്ലതിരുന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ നോക്ക് കേട്ടാ. ഓ, വലിയ കാര്യമായിട്ട് ആലോചിക്കാനിരിക്കണം. ഓ, അല്ലെങ്കിലും ഞാൻ പറയണ നീ വീട്ടിലൊരു വിലയും തരാറില്ലല്ലോ. അവസാനം നിനക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന്. ഓ, അങ്ങനെ ആകെയാണെങ്കിലേ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. നീ മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേക്ക്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വെറുതെ വടി എടുപ്പിക്കരുത് കേട്ടോ. ആ ഓ, എന്റെ പൊന്നോ വേണ്ടേ. തീർത്തിട്ടുണ്ട്, മതിയായ? ആ, ഇനി കൊണ്ട് ചായ ഗ്ലാസ് കഴുകി വെക്ക്, പഠിക്ക്. കണ്ണൻ പറഞ്ഞതിൽ എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നണല്ലോ. ഇന്നലെ മുതലുള്ളതോ രണ്ടുപേർക്കും ഒരു പതുങ്ങലും ഒറ്റക്കിരുന്നുള്ള സംസാരമൊക്കെ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഓ, അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയമായി. നീ അതെന്തായാലും തീർക്കാം. ഓ, ഈയിടെയായിട്ട് കുറച്ച് തടി കൂടിയിട്ടുണ്ട്. അതിങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചെടുക്കണം. കുറച്ച് സ്ലിം ആയിട്ട് വേണം ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഇടാനായിട്ട്. അനു, നീ എന്തായി കാണിക്കുന്നേ? ഞാൻ എക്സസൈസ് ചെയ്യാ. അരുണേട്ടൻ കാണുന്നില്ലേ? നിനക്കെന്താ വല്ല ഓട്ട മത്സരം ഉണ്ടാ ഇങ്ങനെ കിടന്നിട്ട് ഓടാൻ? ഓ, എന്റെ അരുണേട്ടാ, നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങക്ക് വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക് അപ്പുറത്ത് പോയി. ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. എന്താന്ന് വെച്ചാ കാണിക്ക്. ഇനി വൈകുന്നേരം നടുവേദനാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ തടയി തരാനൊന്നും. ആ, പറഞ്ഞേക്കാം ഞാൻ വരുന്നില്ല നിങ്ങളുടെ അടുക്ക ഒന്നും പറയാനായിട്ട്. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ഓ, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലെന്താ? ഓ, എന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കോ? ഈ അരുണേട്ടനൊക്കെ എന്ത് ഭർത്താവാ! ഓ, കഷ്ടം തന്നെ. കണ്ണ, ഞാൻ അനർമികയാ. എന്താണ്? അനാർക്കലിയോ? അല്ല കണ്ണ, എന്റെ പേരാ പറഞ്ഞ്, അനർമിക. കണ്ണ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാ. കണ്ണ, നിന്റെ അനിയത്തി കാത്തു നിന്റെ ചേച്ചി കല്ലു ഇപ്പൊ എവിടെയാന്ന് നിനക്കറിയോ? എന്നാ നീ പറ, നിന്റെ അനിയത്തി കാത്തു നിന്റെ ചേച്ചി കല്ലു ഇപ്പൊ എവിടെയാ ഉള്ളേന്ന്?
എന്നാ അല്ല, അവര് ഒരു ഗുരുതരമായ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുക. എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഈ വീട്ടിലുള്ളവരെ അറിയിക്കാനായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് പറയാൻ വന്നത് നിന്നോട്. അതിന് നീ എന്നോട് എന്തിനാ ഈ ചൂടാകുന്നേ? തട്ടിക്കേറുന്ന എന്ത് കാര്യത്തിനാ? എന്ത് ഗുരുതര പ്രശ്നം? ഓ, വല്ല പ്രാങ്കും ആയിരിക്കല്ലേ? കൊച്ചേ, എവിടെ കൊച്ചേ ക്യാമറ? സത്യം പറ. എന്റെ കൂട്ടുകാരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ നിന്നെ? ഈ കണ്ണനെ പറ്റിക്കാൻ നടക്കൂല മോളെ. എന്റെ കണ്ണ, ഞാൻ നിന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് എനിക്ക് അറിയില്ല. നിന്റെ കണ്ണനാ? ഇപ്പൊ കേറി വന്ന നിന്റെ കണ്ണനെ എങ്ങനെയാവണേ? ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ണനാ. ഒന്ന് പോയിക്കോണം അവിടുന്ന്. എന്റെ കണ്ണൻ പോലും. ഓ, നിന്നോട് തർക്കിക്കാൻ വന്നതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിനക്ക് സംശയമുണ്ടോ? നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പരിചയമില്ലാത്തവരുടെ കൂടെ ഒന്നും വരത്തൊന്നുമില്ല. എന്നിട്ട് വേണം നിനക്ക് വല്ല പിള്ളേരെ പിടുത്തക്കാർക്കും എന്നെ പിടിച്ചു കൊടുക്കാനായിട്ട്. ആ, നിന്റെ ചേച്ചീനെ അനിയത്തിനെ പിള്ളേരെ പിടുത്തക്കാരെ പിടിച്ചോണ്ട് പോകാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് ഇപ്പൊ നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എല്ലാം തെളിയും. അപ്പൊ നിനക്ക് അവരെ രക്ഷിക്കുകയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവരാ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരെ കൊണ്ടും പറ്റില്ല കേട്ടോ അവരെ രക്ഷിക്കാനായിട്ട്. എന്റെ കൃഷ്ണ, ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. ഈ പെണ്ണ് പറയണ ഞാൻ വിശ്വസിക്കണോ? അതോ അച്ഛനും അമ്മേനെയും വിളിച്ചോണ്ട് വന്ന് ഈ പെണ്ണിനെ ഇറക്കി വിടണോ ഇവിടുന്ന്? കണ്ണ് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വാ, നമുക്ക് പോകാം. ഞാൻ നിന്നെ വിശ്വസിക്കാം. നമുക്ക് പോകാം. എന്നാ വാ എന്റെ കൂടെ. നീ നടന്നോ, ഞാൻ നിന്റെ പുറകെ വരാം. ആ, ശരി കണ്ണാ. ഈ കണ്ണന്റെ അടുത്താണ് അവളുടെ കളി. ശരിയാക്കി കൊടുക്കാഞ്ഞ്. എന്നെങ്ങാനും പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഇന്നത്തെ കൊണ്ടൊരു പാഠം പഠിക്കും.